നമ്മൾ ആൻഡ് വെച്ചിട്ട് രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു ആൻഡ് മിനി. നന്ദു ആൻഡ് മിനി ഗോ ടു സ്കൂൾ എവറി ഡേ. നന്ദു ആൻഡ് മിനി എന്ന് പറഞ്ഞത് രണ്ടാളുകളാണ്. അപ്പോൾ ഈ രണ്ടാളുകളെ നമ്മൾ ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ടാളുകളാണ്. അപ്പോൾ പ്ലൂറൽ വേർബാണ് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ വേർബിൻ്റെ കൂടെ എസ് ഫോം വേണ്ട. നന്ദു ആൻഡ് മിനി ഗോ ടു സ്കൂൾ എവറി ഡേ. അപ്പോൾ ഈ രണ്ടാളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിനെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഗോസ് എന്നല്ല പറയുന്നത്, ഗോ എന്നാണ് പറയുന്നത്. നന്ദു ആൻഡ് മിനി ഗോ ടു സ്കൂൾ എവറി ഡേ. അപ്പോൾ നന്ദു ആൻഡ് മിനി എന്നുള്ളത് എന്താണ്? ഒരു പ്ലൂരൽ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് പ്ലൂരൽ വേർബ് വേണം. അപ്പോൾ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മറ്റ് സെൻറ്റൻസുകളും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നന്ദു ആൻഡ് മിനി ഗോ ടു സ്കൂൾ. നന്ദു ആൻഡ് മിനി ആർ പ്ലേയിങ് വെൽ. നന്ദു ആൻഡ് മിനി ആർ, നോട്ട് ഈസ്. നന്ദു ആൻഡ് മിനി ആർ പ്ലേയിങ് വെൽ. അതുപോലെ തന്നെ നന്ദു ആൻഡ് മിനി വെയർ ബിസി യെസ്റ്റർഡേ. നന്ദു ആൻഡ് മിനി വെയർ, നോട്ട് വാസ്, കാരണം അത് പ്ലൂരലാണ്. നന്ദു ആൻഡ് മിനി ഹാവ് ക്ലാസ് ടുഡേ, നോട്ട് ഹാസ്. നന്ദു ആൻഡ് മിനി ഹാവ് ക്ലാസ് ടുഡേ. ഈ പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാ രൂപത്തിലും അതിൽ ആ പ്ലൂരൽ സ്വഭാവത്തിലുള്ള വേർബുകളായിരിക്കും വരിക. നന്ദു ആൻഡ് മിനി നമ്മൾ പറഞ്ഞു ഗോ, നന്ദു ആൻഡ് മിനി ആർ, നന്ദു ആൻഡ് മിനി വെയർ, നന്ദു ആൻഡ് മിനി ഹാവ്. ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്ലൂരലായിട്ടുള്ള വേർബാണ് നമ്മൾ കൊടുക്കുക. യു അണ്ടർസ്റ്റാൻഡ്?